രാഷ്ട്രീയാർത്ഥം ദാസ്യകർമ്മം നിർവഹത്യേ ആദർശപണയം നിക്ഷിപ്പതിയെ. രാഷ്ട്രീയത്തിന് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ആളുകൾ ആദർശം പണയം വെക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ചില പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഇവിടെ ചില ആളുകൾ സുഹാബി എന്ന് വിളിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ഞാൻ ആലോചിച്ചു പോകാൻ. എന്നിട്ട് ആ സുഹാബിയത്തിനും അതിന് ഉദാഹരണം പറഞ്ഞിതാണ്. ജാമിയയിൽ നിന്നും ദാറുൽ ഹുദയിൽ നിന്നും ജാമിയുൽ അസ്ഹറിലേക്ക് പോകുന്നു, അത് സുഹാബിയത്താണ്. അവരും പോകുന്നുണ്ട്. ആ സുഹാബി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സുഹാബിക്ക് ഡെഫിനിഷൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ജാമിയുൽ അസ്ഹറിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചാണ് സുഹാബികളെന്ന് ആരോപിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ആരോപിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ പലരോടും അന്വേഷിച്ചു. ഇങ്ങനെ ഇയാൾ പറയാൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? എല്ലാവർക്കും അറിയാം എന്താണ് സുഹാബി എന്നുള്ളത്. ആ വേർഡിൽ തന്നെ സുഹാബി എന്താണെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ അതിന് നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായ കാര്യം, ഈ സുഹാബി എന്ന വിളി നേരിടുമ്പോൾ വല്ലാത്തൊരു ഫീലാണത്. കാരണം ഇവരുടെ പ്രവൃത്തി ഫലമായിട്ട് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. എന്നാലും അത് ഷജറ എന്ന് വിളിക്കുന്നത് പോലെ ഒന്നല്ല. അത് ഭയങ്കര ഒരു അപമാനഭാരമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്ന് വഴിതിരിച്ച് വിടുക. അതായത് സുഹാബി എന്ന് പറഞ്ഞാൽ അതല്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ വഴിതിരിച്ച് വിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് സുഹാബി എന്ന് നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു ഡിക്ഷണറി വേർഡൊന്നുമല്ല, പുതിയതായി രൂപം കൊണ്ട ഒരു പദമാണ്. അതുകൊണ്ട് ഇത് ഇനിയും വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല അനുദിനം ചാറ്റ് ബോട്ടുകൾ ഇങ്ങനെ പുതിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാറ്റ് GPT, ചാറ്റ് സൂത്ര, ഡീപ് സീക്ക് തുടങ്ങിയ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചാറ്റ് ബോട്ടുകളൊക്കെ അതിൻ്റെ സോഴ്സായിട്ട് ഇത്തരം പ്രസംഗങ്ങളൊക്കെ നിരീക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സുഹാബി ആര് എന്ന് ചാറ്റ് GPTയിൽ കൊടുത്താൽ അത് ജാമിയുൽ അസ്ഹറിലേക്ക് പോകുന്നവർ എന്ന് റിസൾട്ടായിരിക്കും നാളെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തിരുത്തി കൊടുക്കേണ്ട ആവശ്യം അനിവാര്യമാണ്. ചാറ്റ് GPT പോലുള്ള വലിയ ചാറ്റ് ബോട്ടുകളൊക്കെ എത്ര അബദ്ധത്തിൽ ചെന്നുപോയി ചാടരുതല്ലോ. അതുകൊണ്ട് ആളുകൾക്ക് പിന്നെ ഈ തെറ്റിദ്ധാരണ വരികയും ചെയ്യരുത്. അപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത ഒരു വേർഡിന് യാതൊരു ബന്ധമില്ലാത്ത ഒരർത്ഥം പറയുക അല്ലെങ്കിൽ ഒരു ആഖ്യാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. സുഹാബി എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് സുന്നിയും വഹാബിയും കൂടിയ ഒരു സാധനമാണ്. അതായത് സുന്നി നാട് പോയിട്ടുണ്ട്, വഹാബിക്ക് എത്തിയിട്ടില്ല. ഇതാണ് സുഹാബി. അതായത് പഴയകാല സമസ്തയുടെ ആലിമീകളെടുത്ത നിലപാട് അത് ആദർശത്തിൽ വെള്ളം ചേർക്കാത്ത നിലപാടായിരുന്നു. അതായത് ഒരു പുത്തൻ പ്രസ്ഥാനക്കാരൻ്റെ അവൻ്റെ ആശയം പ്രചരിപ്പിക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കാൻ പാടില്ല എന്നതാണ് സമസ്തൻ്റെ നിലപാട്. അതിന് പ്രചരണം നൽകാൻ പാടില്ല എന്നതാണ്. അവരുടെ പുസ്തകങ്ങൾ, അതവരുടെ ആശയം പ്രചരിപ്പിക്കുന്ന അവരുടെ ആളുകളുടെ ചരിത്രം നുണക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഒറ്റുകാരായ പലരെയും വെളുപ്പിച്ചെടുക്കുന്ന ചരിത്രങ്ങൾ, അതിൻ്റെ പ്രകാശനം ഒരു സുന്നിയായ നേതാവ് നടത്തുമ്പോൾ അത് ഒരിക്കലും സമസ്തയുടെ നയത്തിന് യോജിച്ചതല്ല, അതിനെ സപ്പോർട്ട് ചെയ്യൽ യോജിച്ചതല്ല. ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് അതിനൊരു നിയമമാക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പോൾ സ്വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിലോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുന്നികളുടെ നിലപാടല്ല, അത് സുന്നികൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അത്തരം ആളുകളെ നമ്മൾ അധികം ദ്രോഹിക്കാതെ തന്നെ നമുക്ക് ഈ നിലപാട് പറയാമല്ലോ. എന്നാൽ ഇവിടെ ചില ആളുകൾ നിലപാട് മാറ്റിയിട്ടുണ്ട്. അതായത് അത്തരം പരിപാടികളൊന്നും പങ്കെടുത്താൽ ഒരു പ്രശ്നവുമില്ല, ഇന്നത്തെ കാലത്ത് അതൊക്കെ അനിവാര്യമാണ്, വേണ്ടതാണ്, നമ്മൾ പൊതുവായിട്ടൊരു ഇസ്ലാമാണ്, മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം, ആദർശത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടേണ്ട സമയമല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു ജനറൽ ഇസ്ലാമിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് മേൽപ്പറഞ്ഞ ഈ സുഹാബികൾ എന്ന പേരിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. നേരെ മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദിശ അതല്ല, മാർഗം അതല്ല, സമസ്തയുടെ നയം അതല്ല. അത് കൃത്യമായിട്ട് സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇത്തരം ആളുകൾ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ നയം, നിലപാട് എന്താണ്? അത് തെറ്റാണെന്ന് ഒരിക്കലും അവർ പറയില്ല. അവർ പറയുന്നുണ്ടെങ്കിൽ അവർ സുഹാബികൾ അല്ല എന്ന് നിങ്ങൾ വെക്കണം. നേരെ മറിച്ച് അവർ അത് തെറ്റല്ല എന്നാണ് പറയുക. അത് തെറ്റല്ല എന്നാണ് അവർ പറയുക. അപ്പോൾ ഇതുവരെ സമസ്തയുടെ ആലിമീങ്ങൾ നിലകൊണ്ടിരുന്ന അയിമ്മത്ത് മശായിഖന്മാർ പറഞ്ഞിരുന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായി പുതിയ നിയമമുണ്ടാക്കി പഴയ ആദർശങ്ങളെ തോട്ടിലേക്കെറിഞ്ഞു. ഇവരാണ് സുഹാബികൾ. അപ്പോൾ സുഹാബികൾ ഇത്തരം ആളുകൾക്ക് ഈ സുഹാബി എന്ന് വിളി കേൾക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അവർ അതിൻ്റെ ഡെഫിനേഷൻ മാറ്റാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിർവചനം മാറ്റാൻ നോക്കുകയാണ്, അതിന് പുതിയൊരു ആഖ്യാനം കണ്ടെത്തുകയാണ്. പൂർവികൈ പ്രസ്ഥിതാദ് മാർഗദ് വിപദൻ സഞ്ചരന്തി പ്രാചീന ധർമ്മൻ ഉപഹാസ്യന്തി
ഏതദാചരണം വിശ്വാസിനാം ദോഷകരണം ഭവതി. ഇതാണല്ലോ പുരാണങ്ങളൊക്കെ പറയുന്നത്. അതായത് പൂർവികൈ പ്രസ്ഥാദ് മാർഗത്, പൂർവികർ ചവിട്ടിയ വഴികൾ, ആ പാതയിൽ നിന്നും വിപദം സഞ്ചരന്തി, തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ, പ്രാചീന ധർമാൻ ഉപഹാസ്യന്തി, പുരാതന നിയമങ്ങളെയും ധർമ്മങ്ങളെയും തള്ളിക്കളയുന്നു, അതിനെ പരിഹസിക്കുന്നു. ഏതദാചരണം വിശ്വാസിനാം ദോഷകരണം ഭവതി. ഈ രീതിയിലുള്ള പെരുമാറ്റം വിശ്വാസികൾക്ക് വെറുപ്പിന് കാരണമാകുന്നു. അതായത് വിശ്വാസികളിൽ തന്നെ ഇത് വെറുപ്പുണ്ടാകുന്നതാണ് പഴയകാല പുരാണങ്ങളിലൊക്കെ പറയുന്നത്. സംസ്കൃത പുരാണങ്ങളാണല്ലോ നമുക്കിപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പിന്നെ ഈ സാഹചര്യത്തിൽ, ഞാൻ ഈ പറയുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുക എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. നിങ്ങൾ ഇടങ്ങാറൊന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് മനുസ്മൃതിയിൽ കാണാം, അതിൻ്റെ 4:138 മനുസ്മൃതി. എന്താ മനുസ്മൃതി പറയുന്നത്? ലജ്ജാശ്രീല വ്രതത്യാഗോ ഹ്രസ്വാമതി പ്രിയം വദന്ത ധർമ്മോ ഹി സഹജോത്രണാം യഥേതച്യുതവിധം സ്മൃതം. മനുഷ്യനിൽ സഹജമായി ഉണ്ടായിരിക്കേണ്ട പ്രധാന ധർമാനുഷ്ഠാനങ്ങളാണ് ലജ്ജ, മറ്റൊന്ന് ശീലം, വ്രതം അതായത് ആത്മനിയന്ത്രണം, അതുപോലെ തന്നെ ത്യാഗം. ഇങ്ങനെയുള്ളവ കഴിഞ്ഞ് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ പിന്തുടരുന്നത് ധർമ്മത്തിൻ്റെ ലംഘനമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുണ്ടായിരുന്ന ശീലങ്ങളൊക്കെ മാറ്റുക, നമ്മളെ നയങ്ങളൊക്കെ മാറ്റുക, അതുപോലെ ത്യാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടൊരു ലളിതമായ, എല്ലാത്തിലും ലളിതം സുന്ദരം എന്നുള്ളത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ലജ്ജയില്ലാതെ നമ്മൾ അർത്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ പറയുക. ഈ കാര്യങ്ങളൊക്കെ ധർമ്മത്തിൻ്റെ ലംഘനമാണ്, ധാർമ്മിക ബോധം ഇല്ലാത്ത ആളുകളുടെ അടയാളമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്.